ജാനകിയോ? ആ, രുദ്ര എന്നാണ് കൊച്ചിന്റെ പേര് അല്ലേ? നമസ്കാരം. നമ്മുടെ അച്ചുവിൻ്റെ ഡാൻസ് ക്ലാസ്സിൻ്റെ ഓണാഘോഷ പരിപാടിയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഈ വീഡിയോയിൽ. നമുക്കൊന്ന് കണ്ടാലോ? നമുക്ക് അടിച്ചു പൊളിച്ചൊന്ന് കാണാം. ക്ലാസ്സിൽ നമ്മുടെ കുട്ടികളുടെയും അമ്മമാരുടെയും ഒക്കെ നല്ല അടിപൊളി ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഓണത്തിന്. എന്ത് രസമായിട്ടാണെന്നറിയാം അവർ കളിച്ചത്. കുട്ടികളുടെ മാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും ഡാൻസ് ഷോക്കേസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൽ നമ്മുടെ ഷിഫാസിൻ്റെയും അഖിലിൻ്റെയും ഡാൻസാണിത്. പിന്നെ നമ്മുടെ മെയിൻ ആള് ജിഷ്ണുവിൻ്റെ ഡാൻസ് ഉണ്ട് കേട്ടോ. അതായത് എൻ്റെ ഡാൻസാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ ഡാൻസ് പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷം നല്ല കിടിലൻ സദ്യ ഉണ്ടായിരുന്നു. കാരണം ഡാൻസ് കളിച്ച് കഴിഞ്ഞിട്ടാണ് സദ്യ കഴിക്കേണ്ടത്. അല്ലാണ്ട് കഴിച്ച് കഴിഞ്ഞിട്ട് ഡാൻസ് കളിക്കണത് നടക്കണ കാര്യമില്ല. കഴിച്ച് കഴിഞ്ഞ് വയറ് നിറഞ്ഞ ശേഷം ആ ഉറക്കക്ഷീണം മാറ്റാനായിട്ട് എല്ലാവരും കൂടെ ഒരു എന്താ പറയുക ഒരു കൊറിയോഗ്രാഫി ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തു. അതിൽ തന്നെ വീണ്ടും ഓണായി. അടുത്ത പരിപാടി കൊണ്ട് സ്റ്റാർട്ട് ചെയ്തു. ഓണത്തിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ എല്ലാ നാട്ടിലും എല്ലാ സ്ഥലത്തും എല്ലാ കുടുംബക്കാരും അതുപോലെ തന്നെ എല്ലാ ഡാൻസ് ക്ലാസ്സിലും എല്ലാ എന്തെങ്കിലും ആർട്ടായിട്ടുള്ള എല്ലാ സ്ഥലത്തും കേരളത്തിൻ്റെ മുക്കും മൂലയിലും എന്തുണ്ടാവും ഓണത്തിന് പരിപാടി കഴിഞ്ഞാൽ സദ്യ പോലെ തന്നെ മെയിനായിട്ട് ഓണത്തിന് പരിപാടികളുണ്ടാവും, ഗെയിംസുകളുണ്ടാവും. കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ചിരിക്കാനുള്ള കാര്യങ്ങളാണ് ഈ ഗെയിംസിലൊക്കെ ഉണ്ടാവുക. നമുക്കത് കാണാം. ഇതിലൊന്ന് പറഞ്ഞോട്ടെ, ഇതിൻ്റെ പകുതി എനർജിയും പകുതി പരിപാടിയും കൊണ്ടുപോകും നമ്മുടെ ഷെഫീക്ക് കേട്ടോ. അതിലൊന്നും പറയാനില്ല. ചിരിച്ചിട്ടുണ്ടല്ലോ, ചിരിച്ചു മടുക്കും.
പണ്ടൊക്കെ നമ്മുടെ നാട്ടില് ഇങ്ങനെ കസാരക്കളി, അതുപോലെ തന്നെ ബിസ്ക്കറ്റ് കടിക്കുക, സ്പൂൺ റൈസിങ്, അതൊക്കെ എപ്പോഴും ഉള്ളതല്ലേ ഓണത്തിന്. അതൊക്കെ കാണുമ്പോൾ അത് ഇപ്പോഴും ഉണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ അമ്മമാരും കുട്ടികളും ചേട്ടന്മാരും ചേച്ചിമാരും അച്ഛന്മാരും എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇപ്പോഴും ഇത് തുടർന്ന് പോകണമെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കുറേ ടെൻഷൻ്റെ ഇടയിൽ ഒരു ആശ്വാസമായിട്ടുള്ള കുറച്ച് നിമിഷങ്ങളാണ് ഇതൊക്കെ. രണ്ട് ഹിന്ദിക്കാരികളുടെ പോരാട്ടം. കസേരക്കളി കഴിഞ്ഞാൽ ഓണത്തിന്റെ മെയിൻ സാധനം എന്ത്? വടംവലി. ഓണാക്കിട്ടില്ല. ഒരു യോഗ കൊടുത്തേ. നമുക്ക് വലിക്കുന്നൊക്കെ പറയാം, പക്ഷെ വലിക്കണത് അവരല്ലേ, അതൊക്കെ മനസ്സിലാക്കാൻ പറ്റണ്ടേ. പക്ഷെ എന്നാലും ആ ഒരു പവറിൽ നമ്മൾ പറഞ്ഞു പോണതാണ്. ജയിച്ചു അവർ ജയിച്ചു. ചരിത്രത്തിലെ കുട്ടികൾ ആഞ്ഞു വലിച്ചുകൊണ്ട് നമ്മുടെ ക്യാമറമാൻ അടക്കം ഈ ആവേശത്തില് പുഷ് എന്ന് പറയുകയും ചെയ്തു. അവർ ആ പുഷും ചെയ്തു. ശരിക്കും പുള്ളായിരുന്നു ചെയ്യേണ്ടത്, അത് തോൽക്കുകയും ചെയ്തു. പിന്നെ ചെറിയ പിള്ളേരുടെ കൂടെ കളിച്ചിട്ട് തോൽക്കാന്ന് പറഞ്ഞാൽ ഇതിൽ പരം നാണക്കേട് വേറെ ഇല്ല, അതും വടംവലിയില്. പിന്നെ അത്രയും നാണം കെടുത്തോണ്ടായിരുന്നു തോന്നുന്നു. പിന്നെ അടുത്ത കളിയിൽ അവർ ജയിച്ചു, കാരണം പിള്ളേരുടെ ഒപ്പല്ലേ, ജയിച്ചില്ല മോശല്ലേ. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ എൻ്റെ ഫോണിലുള്ള കുറച്ച് ക്ലിപ്സുകളാണ് ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം പരിപാടികൾ കുറേ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഇടാൻ പറ്റിയിട്ടില്ല. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നല്ലേ. ഏറ്റവും അവസാനം DJ പാട്ട് ഇട്ടിട്ട് പരിപാടി അങ്ങ് അവസാനിപ്പിച്ചു. ശുഭം.